Welcome back to another session of Arts Tech Tutorials, Spectrum, Literature and Contemporary Issues. In this video, we are discussing some areas from selections from The Cry of the Gull. A chapter includes in the fourth module, Marginalized and Their Rights. Let's continue with the introduction part. Introduction is important as it gives you an overall idea about the text. I would like to discuss some points from the introduction part that should be understood and learned clearly. Introduction. There are many people among us who are often demarcated by the mainstream society as a result of differences in their bodily configurations. അപ്പോൾ ഈ ഒരു സ്ലൈഡിലെ സെൻറ്റൻസസിലെ ആശയങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. ബിക്കോസ് ഈ ഒരു സെഷൻ ഇച്ചിരി ലെങ്തി ആകാൻ സാധ്യതയുണ്ട്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കിടയിൽ തന്നെ അംഗവൈകല്യം സംഭവിച്ചവരെ നമ്മൾ ഒരു പരിധി വരെ ഡിമാർക്ക് ചെയ്യുക. ഡിമാർക്ക് മീൻസ് ഫിക്സിങ് ആൻഡ് ബൗണ്ടറി ഓർ ഗിവിങ് എ റെസ്ട്രിക്ഷൻ. അത്തരത്തിൽ നമ്മൾ അവരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരെ ഒന്ന് അതിർവരം വിട്ടിട്ട് അവരെ മാറ്റി നിർത്താനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അവരെ മാറ്റി നിർത്താറുണ്ട്. Such people have been defined and constructed through various extreme ways and through many എക്സെൻട്രിക് ടെർമിനോളജീസ്. അത്തരം ആൾക്കാരെ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ചവരെ നമ്മൾ പല സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ടെർമിനോളജീസ് മീൻസ് സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളവരെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ വിളിക്കാറുണ്ട്. നമുക്കറിയാം ഫിസിക്കലി ചാലഞ്ച്ഡ് അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഹാൻഡിക്യാപ്ഡ്, ഇത്തരത്തിലുള്ള സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളവരെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. From the terminologies to the most pragmatic affair, there is a clear case of othering or discrimination visible both within the developed states and the developing states when it comes to the question of representation of the physically challenged. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശാരീരികമായിട്ട് അംഗവൈകല്യം സംഭവിച്ചവരെ കുറിച്ച് ആവിഷ്കരിക്കുമ്പോൾ, അവരെക്കുറിച്ച് എഴുതുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് വികസിത രാജ്യമായാലും വികസിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് വികസ്വര രാജ്യങ്ങളായാൽ പോലും അവർ പ്രത്യേക തരത്തിലുള്ള ഒരു അധറിങ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, അവരോടൊരു വേർതിരിവ് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്, അടുത്ത സ്ലൈഡിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. In his introduction to the second edition of the Disability Studies Reader, Leonard J. Davis writes, "For centuries, people with disabilities have been an oppressed and repressed group. People with disabilities have been isolated, incarcerated, observed, written about, operated on, instructed, implanted, regulated, treated, institutionalized, and controlled to a degree probably unequal to that experienced by any other minority group." സോ ലെനാർഡ് ജെ ഡേവിസ് എന്ന് പറയുന്ന ഈ ഒരു സ്കോളർ അല്ലെങ്കിൽ ഈ എഴുത്തുകാരൻ ഈ ഡിസബിലിറ്റി സ്റ്റഡീസ് റീഡർ എന്ന തൻ്റെ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്. അതായത് നമ്മുടെ ഈ മറ്റേതൊരു ന്യൂനപക്ഷ ഗ്രൂപ്പിനേക്കാളും, അതായത് മൈനോറിറ്റി ഗ്രൂപ്പിനേക്കാളും നമ്മൾ ഈ ഇത്തരത്തിലുള്ള അംഗവൈകല്യം സംഭവിച്ച അല്ലെങ്കിൽ വികലാംഗത്വം അനുഭവിക്കുന്ന വ്യക്തികളോട് നമ്മൾ പ്രത്യേക രീതിയിൽ തന്നെയാണ് ഇടപെടാറുള്ളത്. അത് ഫോർ സെഞ്ച്വറീസ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അവരെ കരുതുന്നത് എങ്ങനെയാണ്, ആൻ ഒപ്രസ്ഡ് ആൻഡ് റിപ്രസ്ഡ്, അടിച്ചമർത്തപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ട്, അടിച്ചമർത്തപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നാം കാണുന്നത്. അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെടുകയാണ് അവർ നൂറ്റാണ്ടുകളായിട്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് അത്തരത്തിലുള്ള വ്യക്തികളെ, അത്തരം മനുഷ്യരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു, ഒറ്റപ്പെടുത്തുന്നു. ഇൻകാർസറേറ്റ് മീൻസ് ഇംപ്രിസൺഡ് എന്നാണ്, തടവിലാക്കുന്നു. ഒരു പരിധിവരെയൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ ശപിക്കപ്പെട്ടവരാണ്, അവരെ അടിച്ചമർത്തേണ്ടവരാണ്, അവരെ സമൂഹത്തിൽ ഒട്ടും നല്ലവരല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരിധിവരെ അവരെ ഐസൊലേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, ഒറ്റപ്പെടുത്തിയിരുന്നു, ഇംപ്രിസൺ ചെയ്തിരുന്നു, അവരെ നിരീക്ഷിച്ചു പോയിരുന്നു. അവർക്ക് മറ്റെന്തോ രോഗമുണ്ട്, മറ്റെന്തോ മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞ് നിരീക്ഷിച്ചിരുന്നു. അവരെക്കുറിച്ച് പിന്നെ എഴുതിയിരുന്നു. ഓപ്പറേറ്റഡ് ഓൺ, ഇൻസ്ട്രക്റ്റഡ്, ഇംപ്ലാന്റഡ്, അവർക്ക് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി. അതുപോലെ തന്നെ അവരെ പ്രത്യേകതരം കാര്യങ്ങളിലേക്ക് അവരെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഇംപ്ലാന്റഡ്, നമ്മൾ ഇപ്പോൾ ഈ കൈവയ്ക്കുക, അതുപോലെ കാല് വെച്ച് പിടിപ്പിക്കുക, അതുപോലെ റെഗുലേറ്റഡ്, അവരെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. ട്രീറ്റഡ്, അവരെ ചികിത്സിച്ചിരുന്നു, പ്രത്യേക ചികിത്സകൾ നൽകിയിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, അവരെ പ്രത്യേക ഇടങ്ങളിൽ പാർപ്പിക്കാറുണ്ട്. ആൻഡ് കൺട്രോൾഡ്, അവരെ പലതരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ നിയന്ത്രിക്കുന്നുണ്ട്.
സോ ഇത്തരത്തിൽ പലതരത്തിലൂടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ നൂറ്റാണ്ടുകളായിട്ട് അവർ അടിച്ചമർത്തപ്പെട്ടവരും ഒക്കെയായിട്ട് സമൂഹത്തിൽ ഇന്നും നിൽക്കുന്നു. അത് മറ്റേതൊരു ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മതപരമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടോ സാമുദായികപരമായിട്ടോ ഒക്കെ ഉള്ള ഒത്തിരി ന്യൂനപക്ഷങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അവരെക്കാളും കുറച്ചുകൂടെ അൺഈക്വലായിട്ട് അസമത്വം അനുഭവിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്നാണ് ലെനാർഡ് ജെ ഡേവിസ് തൻ്റെ പുസ്തകമായ ഡിസബിലിറ്റി സ്റ്റഡീസ് റീഡറിലൂടെ പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. As a result of the new paradigm of inclusion and accessibility, there's a drastic shift in the socio-cultural approaches towards the disabled. ഇനി പറയുന്നത് എന്നാൽ ഇപ്പോൾ പതുക്കെ അവരോടുള്ള മനോഭാവം, ഇത്തരത്തിലുള്ള വ്യക്തികളോടുള്ള മനോഭാവം എന്ത് ചെയ്യുന്നുണ്ട്, മാറി വരുന്നുണ്ട്. നല്ല രീതിയിൽ, തീവ്രമായ രീതിയിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അവരോടുള്ള മനോഭാവം മാറുന്നുണ്ട്, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്. സോ അതാണ് ഈ ഒരു സ്ലൈഡിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് വരുന്നു. ദ ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ആൻഡ് ഡിഫറെൻറ്റ് ലെജിസ്ലേഷൻസ് ഓൾസോ പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ക്രിയേറ്റിംഗ് ദ ന്യൂ റൈറ്റ് ബേസ്ഡ് പാരഡൈം. അപ്പോൾ ഇൻ്റർനാഷണൽ കൺവെൻഷൻ, രാജ്യാന്തര തലത്തിലുള്ള സമ്മേളനങ്ങൾ, ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ കൺവെൻഷൻസിൽ, അതുപോലെ തന്നെ ഓരോ രാഷ്ട്രങ്ങളിലും നേഷൻസിലും അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളിലൂടെ അതായത് ഇത്തരം നിയമങ്ങളും ഇത്തരം രാജ്യാന്തര കൺവെൻഷൻസും ഒക്കെ ഇത്തരം വ്യക്തികളോടുള്ള മനോഭാവം മാറ്റിയെടുക്കുന്നതിൽ പ്രധാന പങ്ക്, ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, if disability was considered a limitation or serious social ignominy in the past, അതായത് കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ ഒരു കാലം വരെയും ഇത്തരം വ്യക്തികൾ അല്ലെങ്കിൽ അംഗവൈകല്യത്വം എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷനായിട്ട്, ആ വ്യക്തിയുടെ തന്നെ വളർച്ചയ്ക്കുള്ള വലിയൊരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ഒരു അപമാനമായിട്ട്, പബ്ലിക് ഷെയിം, ഇഗ്നോമിനി മീൻസ് പബ്ലിക് ഷെയിം, അങ്ങനെ നമ്മൾ സൊസൈറ്റി കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് 2006, അതൊരു കൺവെൻഷനാണ്. യുണൈറ്റഡ് നേഷൻസ് 2006 വിളിച്ചു കൂട്ടിയ ഒരു കൺവെൻഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനായിരുന്നു. ആ ഒരു കാര്യമൊന്നും മറക്കാതെ വയ്ക്കുക. പിന്നെ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016, അതുപോലെ തന്നെ ഇത്തരം വ്യക്തികൾക്ക് അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ആക്ട് 2016 ഇൻ്റർനാഷണൽ തലത്തിൽ നിലവിൽ വന്നു. അപ്പോൾ ഈ 2 വർഷങ്ങളും ഈ ഒരു ആക്റ്റും കൺവെൻഷനും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവയെല്ലാം, ഈ കൺവെൻഷൻസ്, ഈ മീറ്റിംഗ്, അതുപോലെ തന്നെ ഈ നിയമങ്ങളൊക്കെയും അവരോടുള്ള സമീപനം മാറുവാനും അതുപോലെ തന്നെ അവരെ ബഹുമാനിക്കുവാനുമുള്ള ഒരു വഴിയായിട്ട് അത് മാറുകയുണ്ടായി. അണ്ടർസ്കോർ റെസ്പെക്ട് ഫോർ ഡിഫറൻസ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ഡൈവേഴ്സിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി. അപ്പോൾ ഹ്യൂമൻ ഡൈവേഴ്സിറ്റിയാണ്, അതൊരു മനുഷ്യർക്കിടയിലുള്ള വൈവിധ്യം, അവർ എല്ലാവരെയും അംഗീകരിക്കുവാനും എല്ലാവരെയും ബഹുമാനിക്കുവാനും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ആക്റ്റും പ്രേരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിങ്ങുമായിട്ട് ഇത്തരം സംരംഭങ്ങൾ മാറുകയുണ്ടായി. ഓക്കെ, സോ ഇവിടെ പറഞ്ഞത് ഒരു സമയം വരെയും അതൊരു അപമാനമായിട്ട്, അംഗവൈകല്യത്വം അപമാനമായിട്ടും ഒരു ലിമിറ്റേഷനുമായിട്ട് പരിമിതിയായിട്ട് മാറിയെങ്കിൽ ഇപ്പോൾ അതിനോടുള്ള മനോഭാവം മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ഓൺ ദി സ്ലൈഡ് വി സി ഡിസബിലിറ്റി സ്റ്റഡീസ്, വിച്ച് മീൻസ് ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഒരു ചുവടുകൾ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങൾ, അവരോടുള്ള മനോഭാവം മാറ്റുവാനും അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെയൊക്കെ ഇത്തരം മാറ്റങ്ങളിലൂടെ ഒരു പുതിയൊരു ബ്രാഞ്ച് ഓഫ് ലേണിംഗ് തന്നെ അല്ലെങ്കിൽ പുതിയൊരു പഠനശാഖ ഉയർന്നു വന്നു. അതാണ് ഡിസബിലിറ്റി സ്റ്റഡീസ്. ഈ ഡിസബിലിറ്റി സ്റ്റഡീസ് വോയിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് സ്പീക്കപ്പ് ചെയ്യുന്നത്, ഇത് ശബ്ദമുയർത്തുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ദ റിയൽ പ്രോബ്ലംസ് ദെൻ ഫീലിങ്സ് ആൻഡ് ആസ്പിറേഷൻസ്. അതായത് ഈ അംഗവൈകല്യം സംഭവിച്ച വ്യക്തികളുടെ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, അവരുടെ ശാരീരിക മാനസികമായിട്ടുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ, അവരുടെ വികാരങ്ങളും അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ ഡ്രീംസ്, അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇവ മാത്രമല്ല, നെക്സ്റ്റ് നോട്ട് ഓൺലി ദ റിയൽ പ്രോബ്ലംസ്, ഫീലിങ്സ് ആൻഡ് ആസ്പിറേഷൻസ് ബട്ട് ഓൾസോ the concerns
അതായത് അവരുടെ ആശങ്കകൾ, അതുപോലെ തന്നെ ട്രോമാസ് മീൻസ് സൈക്കോളജിക്കൽ പെയിൻ എന്ന് പറയാൻ സാധിക്കില്ല, മാനസികമായിട്ടുള്ള ആഘാതം, അതായത് അവരുടെ ശാരീരികമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർക്കുണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്, അവർക്കുണ്ടാകുന്ന ഒരു മാനസിക ആഘാതം, വേദനയുണ്ട്. അപ്പോൾ ആ വേദനയെക്കുറിച്ചുള്ള പഠനം അത് എത്രമാത്രം അവരുടെ മാനസികമായിട്ട് അവരുടെ മാനസിക തലത്തിലേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ദെൻ ദെയർ ആങ്സൈറ്റീസ്, അവരുടെ ഉത്കണ്ഠകൾ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളും ഉത്കണ്ഠകളും അതിനെക്കുറിച്ച് ഈ ഡിസബിലിറ്റി സ്റ്റഡീസ് സ്പീക്കപ്പ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ദെൻ ഹാൻഡിക്യാപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന അംഗവൈകല്യത്വം എന്നത് മാത്രമല്ല. ഹാൻഡിക്യാപ്സ് ഹിയർ മീൻസ് അവരുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ പ്രയാസം, അവരുടെ ഡിഫിക്കൽട്ടീസ് ടു ബിക്കം എ സക്സസ്. അപ്പോൾ വിജയിക്കുവാൻ അല്ലെങ്കിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുക, അതിനെക്കുറിച്ച് സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ശബ്ദമുയർത്തുക. അപ്പോൾ ഇത്തരത്തിലാണ് ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്രെയിം അപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് we see regarding the text that we are going to learn. The text prescribed selections from The Cry of the Gull consists of an excerpt from Emmanuelle Laborit's autobiography, The Cry of the Gull. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ചില ഭാഗങ്ങൾ, സെലക്ഷൻസ് ഫ്രം ദ ക്രൈ ഓഫ് ദ ഗൾ എന്ന പേരിട്ടിരിക്കുന്ന ടൈറ്റിൽ, ഇത് നമ്മുടെ ഇമാനുവൽ ലാബോറിറ്റ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ സെഷനിൽ പറഞ്ഞിരുന്നു. ഷീ ഈസ് ദ ഓഥർ ഓഫ് The Cry of the Gull, and she is actually hearing impaired by the birth. ജന്മന തന്നെ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോയ, കേൾവിശക്തി ഇല്ലാതെ പോയ, എന്നാൽ ഭാവിയിൽ ഒരു ഫ്രഞ്ച് ആക്ട്രസ് ഒക്കെ ആയിട്ട് ഫേമസ് ആയ ഒരു വനിതയാണ് ഇമാനുവൽ ലാബറിറ്റ്. അപ്പോൾ ഇമാനുവൽ ലാബറിറ്റിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ ക്രൈ ഓഫ് ദ ഗൾ. അതിൽ നിന്നും ഉള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ സ്പെക്ട്രം എന്ന ടെക്സ്റ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച് പഠിക്കുന്നത്. So this excerpt is also published in the second edition of the Disability Studies Reader, edited by Leonard J. Davis and published by Routledge in 2006. So ഈ ടെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ദ ക്രൈ ഓഫ് ദ ഗൾ എന്ന ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ലെനാർഡ് ജെ ഡേവിസ് എന്ന ആ വ്യക്തി താൻ പ്രസിദ്ധീകരിച്ച ഡിസബിലിറ്റി സ്റ്റഡീസ് റീഡറിൻ്റെ സെക്കൻഡ് എഡിഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇൻട്രഡക്ഷൻ. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടെക്സ്റ്റ്. നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സ്ലൈഡ് കൂടെയുണ്ട്. ദ പാസേജ് ഈസ് നോട്ടഡ് ഫോർ ഇസ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ടച്ചിങ് ലാംഗ്വേജ്. Other than being an eye-opener to many about the world of the disabled, it can also function as a great piece of motivation. In a broad sense, one can call it a disability narrative. സോ സിൻസ് ഇറ്റ്സ് ആൻ ഓട്ടോബയോഗ്രഫി, ഇത് തീർച്ചയായിട്ടും ഒരു നമ്മളെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഭാഷയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ഐ ഓപ്പണർ, നോട്ട് ഓൺലി ആസ് എൻ ഐ ഓപ്പണർ ബട്ട് ഓൾസോ ഇറ്റ്സ് എ ഗ്രേറ്റ് പീസ് ഓഫ് മോട്ടിവേഷൻ. ഇത് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ കാതുകളെയൊക്കെ തുറപ്പിക്കുന്നതും മാത്രമല്ല നമുക്ക് വലിയൊരു പ്രചോദനം, ജീവിതത്തിൽ വലിയൊരു പ്രചോദനമേകുന്ന ഒരു പുസ്തകമായിട്ട് ദ ക്രൈ ഓഫ് ദ ഗൾ മാറുന്നുണ്ട്. ഇൻ എ ബ്രോഡ് സെൻസ് മാത്രം ഇതിനെ നമുക്ക് ഒരു വിശാലാർത്ഥത്തിൽ ഒരു ഡിസബിലിറ്റി നാരറ്റീവായിട്ടും ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. Selections from The Cry of the Gull by Emmanuelle Laborit. See, here begins the text. I let out screams, lots of them real ones, not because I was hungry or thirsty, afraid or in pain, but because I was beginning to want to talk. I wanted to hear myself, but the sounds I was making weren't rebounding back to me. സോ ഇവിടെ തൻ്റെ ആത്മകഥയിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ആക്ച്വലി ഇതൊരു സെക്കൻഡ് ചാപ്റ്ററിൽ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. താൻ കുഞ്ഞുനാളായിരുന്നപ്പോൾ, വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഈ ഇമാനുവൽ ലാബറിറ്റ് എല്ലാ കുഞ്ഞുങ്ങളെയും പോലെയും എന്ത് ചെയ്യുമായിരുന്നു, സ്ക്രീം ചെയ്യുമായിരുന്നു. സ്ക്രീം മീൻസ് ലോങ് ആൻഡ് ലൗഡ് ക്രൈ എന്നാണ്. സ്ക്രീം മീൻസ് ലോങ് ആൻഡ് ലൗഡ് ക്രൈ. ഞാൻ അലറുമായിരുന്നു, ഞാൻ ഉറച്ച് ശബ്ദിക്കുമായിരുന്നു, ഒത്തിരി ഞാൻ ശബ്ദിച്ചിരുന്നു. അത് ഒരിക്കലും എനിക്ക് ഹംഗ്രി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ദാഹിക്കുന്നതുകൊണ്ടോ വിശപ്പ് അനുഭവിച്ചതുകൊണ്ടോ പേടിച്ചിട്ടോ അല്ലെങ്കിൽ വേദനിച്ചിട്ടോ അല്ല. നോർമലി കുട്ടികൾ ദാഹിക്കുമ്പോഴോ അല്ലെങ്കിൽ വിശക്കുമ്പോഴോ പേടിച്ചിട്ടോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ കരയുന്നത്, ഉറച്ച് അലറി കരയുന്നത്, എന്തെങ്കിലും വേദന എടുത്തിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. തനിക്ക്
എനിക്ക് സംസാരിക്കുവാനുള്ള ഒരു തുടക്കമായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, ഞാനിങ്ങനെ ഉറച്ച് നിലവിളിച്ചിരുന്നത്, ഉറച്ച് കരഞ്ഞിരുന്നത്. എനിക്ക് എൻ്റെ ശബ്ദം എനിക്ക് തന്നെ കേൾക്കണമായിരുന്നു. നോർമലി കുട്ടികൾക്ക് അറിയുമ്പോൾ അവരുടെ ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ബധിര ആയതുകൊണ്ട് അങ്ങനെ കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് ഒത്തിരി ഉറക്കെ നിലവിളിക്കുമായിരുന്നു. പക്ഷെ എത്ര നിലവിളിച്ചാലും ഈ കുട്ടിക്ക് കേൾക്കാൻ കഴിയില്ല. ബട്ട് എനിഹൗ ഷീ വാണ്ടഡ് ടു ഹിയർ ഹെർസെൽഫ്. പക്ഷേ അതിന് സാധിക്കാതില്ലായിരുന്നു. തൻ്റെ ആ അലർച്ച നിലവിളി ഒരിക്കലും തൻ്റെ കാതുകളിലേക്ക് തിരിച്ച് കേൾക്കുകയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ശബ്ദിക്കുന്നത് നമ്മുടെ കാതുകളിലേക്ക് തന്നെ തിരിച്ച് എന്ത് ചെയ്യും, അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഇവളുടെ കാതുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ലായിരുന്നു. ഐ കുഡ് ഫീൽ ദ വൈബ്രേഷൻസ്. I knew I was screaming, but the sounds didn't mean a thing to my father and mother. To them, they were like the piercing cries of a seabird, like a gull gliding over the ocean. So they nicknamed me Maute, which means seagull in French. See, ഈ പാരഗ്രാഫിലാണ് സീഗൾ എന്ന് പറയുന്ന തൻ്റെ ടൈറ്റിൽ, ഓട്ടോബയോഗ്രഫി ടൈറ്റിലിൽ സീഗൾ എന്ന പേര് എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയും. ഐ കുഡ് ഫീൽ ദ വൈബ്രേഷൻസ്. എനിക്ക് വൈബ്രേഷൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ, സ്പന്ദനങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഐ ന്യൂ ഐ വാസ് സ്ക്രീമിങ്. ഞാനിങ്ങനെ നിലവിളിക്കുന്നു, ഉറക്കെ കരയുന്നെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അതൊന്നും മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഈ കുഞ്ഞിങ്ങനെ കരയുന്നത്? വിശന്നിട്ടാണോ, ദാഹിച്ചിട്ടാണോ, വേദന എടുത്തിട്ടോ, അഫ്രൈഡ് ആണോ, പേടിച്ചിട്ടൊക്കെ ആണോ? ഫാദറിനും മദറിനും ഒന്നും മനസ്സിലാകുന്നില്ല. അവരിങ്ങനെയാണ് കരുതിയത്, എൻ്റെ ഈ കരച്ചിലുകൾ, എൻ്റെ ഈ അലറലുകൾ അത് എങ്ങനെയാണ് പിയേഴ്സിങ് ക്രൈസ്. പിയേഴ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാതുകളിലേക്ക് തുളച്ചു കയറുന്ന കടൽ പക്ഷിയുടെ ശബ്ദം പോലെയാണ്. സാധാരണ കടൽ പക്ഷി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ എത്ര ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയാലും ഈ സമുദ്രത്തിൽ അത് ശബ്ദമുണ്ടാക്കുന്നത് കൊണ്ട് അതിൻ്റെ ശബ്ദം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആർക്കും കേൾക്കുവാൻ സാധിക്കില്ല. അതിപ്പോൾ ഒരുപക്ഷെ നമ്മൾ സമുദ്രത്തിലാണെങ്കിൽ പോലും സമുദ്രത്തിൻ്റെ ശബ്ദം കൊണ്ട്, സമുദ്രത്തിൻ്റെ തിരയിളക്കം കൊണ്ട് ഈ സീഗളിൻ്റെ അല്ലെങ്കിൽ കടൽ പക്ഷിയുടെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കില്ല. സോ എൻ്റെ ശബ്ദം എങ്ങനെയായിരുന്നു? ലൈക്ക് എ ഗൾ ഗ്ലൈഡിങ് ഓവർ ദ ഓഷൻ. അതായത് ഈ സമുദ്രത്തിൻ്റെ ജലവിധാനത്തിലൂടെ തെന്നി നീങ്ങുന്ന കടൽ പക്ഷി ഉണ്ടാക്കുന്ന മുരൾച്ചയുള്ള ആ ശബ്ദം പോലെയായിരുന്നു എൻ്റെ ശബ്ദം. അതവർക്കൊരിക്കലും ഈ കടൽ പക്ഷി ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കുവാനും സാധാരണ കഴിയാറില്ല എന്നാണ് പറയുക. സോ ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഈ കുട്ടി എത്ര ശബ്ദിച്ചിട്ടും കാര്യമില്ലാതാകുന്നു, ഇവർക്ക് മനസ്സിലാകുന്നില്ല. സോ അതുകൊണ്ട് അവരെന്നെ എന്ത് ചെയ്തു, ഒരു നിക് നെയിം എനിക്ക് നൽകിയ മൗറ്റെ, വിച്ച് മീൻസ് സീഗൾ ഇൻ ഫ്രഞ്ച്. അതായത് ഫ്രഞ്ചിൽ എന്നെ ഈ ഒരു പദത്തിൽ MOUETTE ഈ ഒരു പദത്തിൽ എന്നെ വിളിക്കുകയും അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ സീഗൾ അല്ലെങ്കിൽ കടൽ പക്ഷി എന്നായിരുന്നു. The little seagull shrieked above an ocean of noises she couldn't hear and no one understood her cries. ഈ കടൽ പക്ഷി, പാവം കടൽ പക്ഷി, അതായത് Emmanuelle Laborit is calling herself as a seagull. എത്ര ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയിട്ടും ആർക്കും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, കേൾക്കുവാനോ, അല്ലെങ്കിൽ കേൾക്കാം പക്ഷേ അത് സ്വയം തനിക്ക് കേൾക്കുവാനോ, എന്നാൽ മറ്റുള്ളവർക്ക് അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുവാനോ സാധിക്കുന്നില്ല. അത് വെറും നോയ്സായിട്ട് മാറുകയാണ്, അവശബ്ദമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തുള്ള തൻ്റെ ആ അനുഭവങ്ങൾ തൻ്റെ ഓട്ടോബയോഗ്രഫിയിലൂടെ നമുക്ക് നൽകുന്നത്. യു വെയർ എ വെരി ബ്യൂട്ടിഫുൾ ബേബി മൈ മദർ റീകോൾസ്. അപ്പോൾ എൻ്റെ അമ്മ എന്നെക്കുറിച്ച്, കുഞ്ഞുനാളിൽ എന്നെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ കുട്ടിയായിരുന്നു, വളരെ സുന്ദരിയായിരുന്നു, വളരെ മനോഹരിയായിരുന്നു ഞാൻ. ഇറ്റ് വാസ് ആൻ ഈസി ബർത്ത്. അപ്പോൾ ബർത്ത് ടൈമിലൊന്നും വേറെ ഇഷ്യൂ ഒന്നുമില്ലായിരുന്നു. വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു സുഖപ്രസവമായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. യു വെയ്ഡ് 7 pounds 11 ounces. അപ്പോൾ അത് മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കിലോഗ്രാംസ് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഇത്രയും വെയിറ്റ് എനിക്കുണ്ടായിരുന്നത്. നോർമലി ഒരു കുഞ്ഞിന് വേണ്ടുന്ന വെയിറ്റ് ഒക്കെ എനിക്ക്, ബർത്ത് വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. യു ക്രൈഡ് വെൻ യു വെർ ഹംഗ്രി. നീ വിശന്നപ്പോൾ കരഞ്ഞിരുന്നു. അമ്മ പറയുക, നീ വിശന്നപ്പോൾ കരഞ്ഞിരുന്നു. യു ലാഫ്ഡ് ആൻഡ് ബാബിൾഡ് ലൈക്ക് അതർ ബേബീസ്. മറ്റേതൊരു കുട്ടികൾ പോലെയും നീ ചിരിച്ചിരുന്നു. നീ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം, അവരുടെ ചിരികൾ, അവരുടെ കരച്ചിലുകൾ. യു വർ ഹാപ്പി. നീ വളരെ സന്തുഷ്ടയായിരുന്നു. വി ഡിഡൻറ്റ് റിയലൈസ് റൈറ്റ് അവേ. ഞങ്ങൾക്ക് ആ സമയം അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ, വി കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്, ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ബിക്കോസ് നീ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, നീ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വി ജസ്റ്റ് തോട്ട് യു വെർ വെൽ ബിഹേവ്ഡ് ബിക്കോസ് ഓൺ ഈവനിങ്സ് വെൻ വി ഹാഡ് ഫ്രണ്ട്സ് അവർ യു വുഡ് സ്ലീപ്പ് soundly even with the music blaring in the living room which was next to the room where you were sleeping.
അപ്പോൾ നീ സാധാരണ വളരെ വെൽ ബിഹേവ്ഡ്, വെൽ മാനേഡ് ആയിരുന്നു നീ നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു കുഞ്ഞുനാളിൽ പോലും. കാര്യം ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ പാട്ടിടും, ഞങ്ങൾ സന്തോഷിക്കുന്ന സമയങ്ങളിലൊക്കെ അത്രയും ശബ്ദങ്ങളുണ്ടായിട്ട് പോലും, അതായത് നീ കിടക്കുന്ന തൊട്ടരികത്തുള്ള റൂമിൽ ഉച്ചത്തിൽ ശബ്ദങ്ങൾ, പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും നീ വളരെ സ്വാഭാവികമായിട്ടൊരു ശാന്തയായിട്ട് ഉറങ്ങുമായിരുന്നു. മറ്റാർക്കും ഡിസ്റ്റർബൻസ് നീ ഉണ്ടാക്കുമായിരുന്നില്ല. വി വെർ പ്രൗഡ് ടു ഹാവ് സച്ച് എ ഗുഡ് ബേബി. അപ്പോൾ ഇത്രയും നല്ലൊരു കുഞ്ഞിനെ ലഭിച്ചതിൽ, ശാന്തയായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഇങ്ങനെ ഒരു കുഞ്ഞിനെ ലഭിച്ചതിൽ ഞങ്ങൾ അന്ന് വളരെയധികം പ്രൗഡായിരുന്നു, അഭിമാനിച്ചിരുന്നു. വി തോട്ട് യു വെയർ നോർമൽ ബിക്കോസ് യു വുഡ് ടേൺ യുവർ ഹെഡ് വെൻ എവർ ഡോർ സ്ലാംഡ്. അപ്പോൾ ഞങ്ങൾ കരുതി നീ വളരെ നോർമലാണ്, എല്ലാവരെ പോലെയും നിനക്ക് കേൾക്കാം, നിനക്ക് വേറെ ഒരു പ്രശ്നമില്ല. കാര്യം ഒരു കതക് ശക്തിയായിട്ട് വലിച്ചടയ്ക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ, അപ്പോൾ കതക് വലിച്ചടയ്ക്കുമ്പോൾ നീ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ തിരിഞ്ഞു നോക്കുമായിരുന്നു. We didn't know it was because you could feel the vibrations and drums on the floor where you were playing. അപ്പോൾ സത്യത്തിൽ നീ അങ്ങനെ തിരിഞ്ഞു നോക്കിയത് നിനക്ക് കേൾക്കാൻ കഴിയുമായിരുന്നിട്ടല്ല, അതേസമയം അതിൽ നിന്നും ഉണ്ടാകുന്ന ചില വൈബ്രേഷൻസ് നിൻ്റെ ബോഡിയിൽ ഫീൽ ചെയ്യുന്നതിലൂടെ ആയിരുന്നു. അത് ഞങ്ങൾക്ക് പിന്നെയാണ് മനസ്സിലായത്. അതായത് നമ്മളിപ്പോൾ ഒരു വാതിലിങ്ങനെ വലിച്ചടയ്ക്കുമ്പോൾ ആ അതിൽ ശബ്ദം മാത്രമല്ല, വൈബ്രേഷൻസ് ചുമരിലോ ആ തറയിലും ഫ്ലോറിലോ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് തറയിലിരുന്ന് കളിക്കുന്ന സമയത്ത് തറയിലൂടെ അല്ലെങ്കിൽ ചുമരിലൂടെ വൈബ്രേഷൻസ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വരികയും അങ്ങനെയാണ് ഈ കുട്ടി എന്ത് ചെയ്തിരുന്നത്, തലതിരിഞ്ഞ് നോക്കുമായിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കരുതി നിനക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, യു ആർ നോർമൽ. And when your father put on a record, you'd dance in your playpen, swaying back and forth, swinging your arms and legs. മാത്രമല്ല നിൻ്റെ അച്ഛൻ ഒരു പാട്ടൊക്കെ ഇടുമ്പോൾ, റെക്കോർഡൊക്കെ പ്ലേ ചെയ്യുമ്പോൾ, പാട്ടോ മറ്റ് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യുമായിരുന്നു, അതനുസരിച്ച് ചലിക്കുമായിരുന്നു. സ്വേ മീൻസ് മൂവിങ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് എന്നാണ്. സ്വേ മീൻസ് മൂവിങ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. അപ്പോൾ നീ ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ചലിക്കുമായിരുന്നു, നിൻ്റെ കൈകളും കാലുകളും നീ ഇങ്ങനെ ചലിപ്പിക്കുമായിരുന്നു അതനുസരിച്ച്. അപ്പോൾ അതെല്ലാം ആക്ച്വലി ഞങ്ങൾ കരുതിയത് നിനക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു, നിനക്ക് കേൾക്കാൻ കഴിവുണ്ട്, നിനക്ക് വേറെ പ്രശ്നമില്ല, യു ആർ നോർമൽ എന്നാണ് കരുതിയത്. I was at the age when babies crawl around on all fours and start trying to say mama and dada, but I wasn't saying anything. സോ ഞാൻ ഇപ്പോൾ മറ്റെല്ലാവരെ പോലെയും നമുക്കറിയാം കൈകളും കാലുകളൊക്കെ നിലത്ത് കുത്തിയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ എഴയുന്ന സമയത്ത് അച്ഛ അമ്മ അല്ലെങ്കിൽ പപ്പ മമ്മ അല്ലെങ്കിൽ വാപ്പ ഉമ്മ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സമയമായി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, മറ്റു കുഞ്ഞുങ്ങളെ പോലെയൊന്നും ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഐ സെൻസ്ഡ് വൈബ്രേഷൻസ് ഓൺ ദ ഫ്ലോ. എനിക്ക് തറയിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ വൈബ്രേഷൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഐ ഫെൽറ്റ് ദം ഫ്രം ദ മ്യൂസിക് ആൻഡ് വുഡ് ജോയിൻ ഇൻ മൈ seagull like sounds. At least that's what I have been told. അപ്പോൾ എനിക്ക് ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയുന്നില്ല, അതേസമയം എനിക്ക് നല്ല വൈബ്രേഷൻസ് ഫ്ലോറിലൂടെ ചുമരിലൂടെ ഒക്കെ ലഭിക്കുന്ന ഈ സ്പന്ദനങ്ങൾ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ സാധിച്ചിരുന്നു. ഞാൻ അതനുസരിച്ച് എന്ത് ചെയ്യുമായിരുന്നു, ചില തരത്തിലുള്ള റെസ്പോൺസസ് നൽകുമായിരുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ സീഗൾ ലൈക്ക് സൗണ്ട്സ്, അതായത് കടൽ പക്ഷി ശബ്ദിക്കുന്നത് പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിക്കും. ചിലപ്പം ഉച്ചത്തിലായിരിക്കാം, ചിലപ്പോൾ ചെറിയ രീതിയിലായിരിക്കും. സോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ ശബ്ദിക്കുമായിരുന്നു. പക്ഷേ ഈ സീഗൾ ലൈക്ക് സൗണ്ട്സ് ആയതുകൊണ്ട് മറ്റാർക്കും അത് മനസ്സിലാക്കുവാൻ എനിക്കും സാധിച്ചില്ല, എനിക്ക് കേൾക്കുവാനും കഴിഞ്ഞിരുന്നില്ല. ഐ വാസ് എ പെർസെപ്റ്റീവ് ലിറ്റിൽ സീഗൾ. ഐ ഹാഡ് എ സീക്രറ്റ്, എ വേൾഡ് ഓൾ ടു മൈസെൽഫ്. രഹസ്യങ്ങളുള്ള ഒരു ലോകമായിരുന്നു എനിക്കുണ്ടായിരുന്നത്, എനിക്ക് സ്വന്തമായിട്ടൊരു ലോകം ഉണ്ടായിരുന്നു. ഐ കം ഫ്രം എ സീ ഫെയറിംഗ് ഫാമിലി. My mother's father, grandfather and brother were among the last of the Cape Horn sailors. That's another reason why they called me their little seagull. But the French words for seagull and mute look and sound practically the same. Maute, mute. So which was I? Today, that strange phonetic similarity makes me smile. സോ ഇവിടെ പറയുന്നത് തൻ്റെ ആ കുടുംബം, തൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരൊക്കെ വന്നത് ഒരു കടലുമായി ബന്ധപ്പെട്ട ഫാമിലിയിൽ നിന്നുമാണ്. അതായത് കടൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ കടൽ യാത്രയൊക്കെ ചെയ്തിട്ട് സോ ഇവിടെ പറയുന്നത് തൻ്റെ കുടുംബം, അതായത് അച്ഛൻ അപ്പൂപ്പനും അവരൊക്കെയും
ഒരു കടലുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നയിച്ചവരായിരുന്നു. കടൽ യാത്ര ഇഷ്ടപ്പെടുന്നവരായിരുന്നു ഇവരൊക്കെ. അപ്പോൾ ഇവർ കേപ്പ് ഹോൺ സെയിലേഴ്സ്, കേപ്പ് ഹോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും. സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് സൗത്ത് അമേരിക്കയാണ്. സൗത്ത് അമേരിക്കയുടെ ഒരു സദേൺ മോസ്റ്റ് പോയിന്റാണ് ഈ കേപ്പ് ഹോൺ. ആക്ച്വലി ഇതൊരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്, ഒരു കുപ്രസിദ്ധി ആർജിച്ച ഒരു പ്ലേസാണ് ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് സ്റ്റോംസ് ആൻഡ് ഹെവി വിൻഡ്. അപ്പോൾ ശക്തമായ കൊടുങ്കാറ്റും തിരയിളക്കവും എപ്പോഴും പ്രക്ഷുബ്ധമായ ഒരു സമുദ്ര കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ് ഈ കേപ്പ് ഹോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോയി തിരിച്ചു വരിക ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്, അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു സമുദ്രഭാഗമാണ്, ഈ സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് സൗത്ത് അമേരിക്ക ആ ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വന്നവരാണ് എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരൊക്കെ. അപ്പോൾ ദാറ്റ്സ് അനദർ റീസൺ. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരെന്നെ സീഗൾ എന്ന് പേരിട്ടത്. ബിക്കോസ് കടലുമായി ബന്ധപ്പെട്ട് കടൽ യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെട്ട അവർ ഈ കടൽ പക്ഷിയുമായിട്ട് അവർക്ക് നല്ല രീതിയിൽ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുഞ്ഞിനും എനിക്കും ഈ ഒരു പേര് നൽകി. എന്നാൽ അതേസമയം അതിൽ മറ്റൊരു വിചിത്രമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വേർഡ്സ്, ഈ സീഗളിൻ്റെ ഫ്രഞ്ച് വേർഡായ ഫ്രഞ്ച് വേർഡായ മൗറ്റയും അതുപോലെ തന്നെ മ്യൂട്ട് എന്ന് പറയുന്ന വാക്കും ഏതാണ്ട് ഒരുപോലെ നമുക്ക് തോന്നും. മ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിശബ്ദമാക്കുക അല്ലെങ്കിൽ ശബ്ദമില്ലാത്ത അവസ്ഥ. ഇപ്പോൾ പറയുന്നത് ഈ രണ്ട് വാക്കുകളും ഏതാണ്ട് ഒരുപോലെ തോന്നുകയാണ്. അതായത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഫൊണറ്റിക് സിമിലാരിറ്റി മനസ്സിലാക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരികയാണ്. കാര്യം ഏതാണ്ട് സീഗളിൻ്റെ ഫ്രഞ്ച് വേർഡായ മൗറ്റെ, അതുപോലെ തന്നെ നിശബ്ദത, അതിൻ്റെ ഫ്രഞ്ച് വേർഡ് മൂട്ട് എന്നാണ്. സോ ഏതാണ്ട് ഒരുപോലെ പ്രൊനൗൺസിയേഷൻ വന്നതുകൊണ്ട് മൗറ്റെ മ്യൂട്ടെ, ഈ ഒരു പ്രൊനൗൺസിയേഷൻ വന്നതുകൊണ്ട് എനിക്ക് തന്നെ ഇപ്പോൾ ചിരി വരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് എങ്ങനെയോ സംഭവിച്ചതാണ്, പക്ഷേ അത് ഏതാണ്ട് ഒരുപോലെ ആയിട്ടുണ്ട്. ഞാനും സീഗളിനെ പോലെയാണ് അല്ലെങ്കിൽ മ്യൂട്ടാണ്. അങ്കിൾ ഫിഫൗ, please remember this name, Uncle Fifau. My father's older brother was the first to say, Emmanuelle makes streaking sounds because she can't hear herself. അപ്പോൾ ആദ്യമായിട്ട് അങ്കിളാണ് എനിക്ക് കേൾക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം എൻ്റെ അച്ഛനോട് അല്ലെങ്കിൽ വീട്ടുകാരോട് പറയുന്നത്. അതാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. മൈ ഫാദർ ക്ലെയിംസ് ഇറ്റ് വാസ് മൈ അങ്കിൾ ഹു വാസ് ദ ഫസ്റ്റ് ടു എറൗസ് അവർ സസ്പീഷൻസ്. ഞങ്ങൾക്ക് സംശയം ആദ്യമായിട്ട് ഞങ്ങളുടെ മനസ്സിലിട്ട് തന്നത് ഞങ്ങളുടെ അങ്കിൾ ഫിഫോ ആയിരുന്നു. ദ സീൻ ഈസ് ഫ്രോസൺ ഇൻ മൈ മൈൻഡ് സെയ്സ് മൈ മദർ. സോ അത്തരത്തിലുള്ളൊരു വാർത്ത, ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സ് വല്ലാതെ മരവിച്ചു പോയി, തണുത്തുപോയി. കാര്യം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ അമ്മയുടെ മനസ്സ്. So students, for the time being I would like to stop here because ഇപ്പോൾ തന്നെ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ഈ ഒരു സെഷൻ, ഈ ഒരു സെലക്ഷൻസ് ഫ്രം ദ ക്രൈസ്തങ്ങൾ കുറച്ച് ലെങ്തിയാണ്. നമുക്ക് ഇനിയുള്ള സെഷൻസിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, so for the time being I stop here. Thank you. Have a nice learning day.